എല്ലാം കുറച്ച് നാളത്തേക്കാണ്. അതുകൊണ്ട് എല്ലാം ആരും അഹങ്കരിക്കരുത്, അതേ എനിക്ക് പറയുള്ളൂ. നമ്മളിപ്പോ എത്ര പേര് വന്നിട്ട് ആളിയ സൂപ്പറാടാ നീ പൊടിയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുപോയാലും നമ്മൾ ചിന്തിക്കണം എപ്പോഴും, നമ്മൾ അഹങ്കരിക്കരുത്. എന്നെ പോലുള്ളവന്മാരെയൊക്കെ എനിക്കൊക്കെ എന്തോരം അഹങ്കാരം വന്നത്, ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. അതുപോലെ കഴപ്പില്ല, അഹങ്കാരം ഭയങ്കരമാണ് കേട്ടോ. അഹങ്കരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തതിൻ്റെ അഹങ്കാരമാണ്, സീറോയാണ്. അപ്പോൾ കൂട്ടുകാർ, ബാക്കി ഈ നാട്ടുകാർ, കൂട്ടുകാർ എല്ലാം ലൈഫിൽ സെറ്റിൽഡായി എല്ലാ അമ്മമാരും രക്ഷപ്പെട്ട്. പക്ഷേ ഈ ജീവിക്കാനെ കൊണ്ട് ആഗ്രഹമുള്ള ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം, പിന്നെ കോടീശ്വരന്മാരാകണം, കുറേയധികം സ്വപ്നങ്ങൾ കാണുന്ന ചെറുപ്പക്കാർ, പിന്നെ പ്രായമുള്ളവരെ ആരും ആയിക്കോട്ടെ പോയി ഇതേപോലെ പ്ലെയിൻ ആക്സിഡൻറ്റ്, ട്രെയിൻ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എങ്ങനെയും മരിച്ചു പോകുന്നു, വണ്ടിക്കടയിൽ പോയി മരിക്കുന്നത്, അവർക്കൊക്കെ എന്തോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ്. അപ്പം അവരൊക്കെ മരിച്ചു പോകുന്നു. അപ്പോൾ എന്നെപ്പോലെ ആർക്കും, കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വേണ്ടാത്തവന്മാർ ഇങ്ങനെ ജീവനോടിരിക്കുമ്പോൾ അപ്പം എനിക്ക് അതിൻ്റേതായ രീതിയിൽ അഹങ്കരിച്ചൂടെ. അപ്പം ഭൂമിയിൽ നമ്മൾ ഒറ്റ ഒരു ജന്മമേ ഉള്ളൂ. അപ്പം ഒരു ജന്മം ഇങ്ങനെ കിട്ടിയതിന് അതുകൊണ്ട് അഹങ്കരിച്ചൂടെ. നമ്മൾ എല്ലാവരും അഹങ്കരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ കണ്ണുണ്ട്, കാലുണ്ട്, ഇതേപോലെ വാതുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇതേപോലെ നിങ്ങളെ അടുത്ത് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഹങ്കരിച്ചൂടെ. നീ എന്തൊന്നടേ, നീ സാടാക്കുന്നോ?